നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം. നമ്മൾ കുറച്ചധികം ആയില്ലേ സ്കിൻ കെയർ വീഡിയോ പോലെ ലോങ് ഫോർമാറ്റിൽ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവും വെയിലും അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. അതായത് നമുക്ക് വിഷുവാണ്, നമുക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്താ ചൂട്, നിൽക്കാൻ പറ്റാത്ത പൊരിഞ്ഞ ചൂടും. അപ്പോൾ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവരോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കാലത്തൊട്ട് അന്ത്യാവോളം വെയിലത്തുനിന്ന് ഇങ്ങനെ പണിയെടുക്കുമ്പോഴേ. അപ്പോൾ എനിക്കും കുറച്ചധികം നാളായിട്ട് ഇപ്പോൾ വെയിലത്ത് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അത് മനസ്സിലാവും അപ്പോൾ നമുക്ക്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യാൻ നല്ലോണം ഹൈഡ്രേറ്റ് ആയിരിക്കുക. എത്ര വെയിലത്താണെങ്കിലും വെള്ളം എപ്പോഴും കയ്യിൽ കരുതുക. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഞാനിതാ ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ ഞാൻ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കുറച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 10-11 മണി ആവാറായുണ്ട് രാവിലെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഗ്ലാസ്സിൽ അവർ ചോദിക്കുമ്പോഴേക്കല്ലേ വെള്ളം കൊടുക്കുക. പക്ഷേ നമ്മൾ ഇത്രയും ഒരു ബോട്ടിൽ ഉണ്ടല്ലോ, അവർക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോട്ടിൽ നമ്മളെപ്പോഴും നിറച്ച് കാലത്ത് തന്നെ നിറച്ച് വെക്കുക. ഇപ്പം 2 കുട്ടി ഉണ്ടെങ്കിൽ ഓരോ കുട്ടികൾക്ക് ഓരോ ബോട്ടിൽ കൊടുക്കുക. അപ്പോൾ അവരത് ഫുള്ള് നമുക്കത് മനസ്സിലാവും ചെയ്യും, അവർ കുടിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെന്തെങ്കിലും തിരക്കുള്ളവരാണ്, ജോലിക്ക് വന്നവരൊക്കെ ആണെങ്കിൽ അവരധികം വെള്ളം കുടിക്കുന്നുണ്ടോ ഇല്ലേ നമ്മൾ അറിയണില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിലും എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ നമ്മൾ വെള്ളം എടുത്ത് തരാം. നമ്മൾ ചെറിയ മക്കൾ തീരെ ചെറിയവരാണെങ്കിൽ നമ്മൾ വെള്ളം എടുത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം എൻ്റെ പാർക്കുട്ടിയുടെ പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം ഗ്ലാസ്സിലെടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ചിലപ്പോൾ കൊടുക്കാനായിട്ട് നമുക്ക് നേരില്ലെങ്കിൽ എപ്പോൾ തരാട്ടോ അതുകൊണ്ട് ഇപ്പം മറന്നു പോകും നമ്മൾ. പിന്നെ അവരും കളിയുടെ തിരക്കിൽ അവരും മറക്കും വെള്ളം കുടിക്കണം എന്നുള്ളത്, അവർക്ക് ദാഹം ക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ കാലത്ത് തന്നെ നമ്മൾ 2 കുട്ടികളാണെങ്കിൽ 2 ബോട്ടിൽ, ഒരു കുട്ടിയാണെങ്കിൽ ഒരു അത്യാവശ്യം 1-1.5 ലിറ്റർ വെള്ളം കൊള്ളണ പോലത്തെ ഒരു ബോട്ടിൽ അവിടെ വെക്കുക. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അവർ അത് കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവരോട് പറയാ, കളിക്കരുതെന്ന്. എന്നിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ചെയ്യണത് തന്നെ ആയിരിക്കാം, എന്നാലും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ മക്കളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എപ്പോഴും ഇപ്പോൾ ഈ ഒരു സമയത്തൊന്നും മാത്രമല്ല നന്നായിട്ട് വെള്ളം കുടിക്കണം. അത് അത്യാവശ്യമാണ്. ചെറിയ കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അടിവയറ് വേദന അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിഷുവിന് നമ്മളൊരു സ്കിൻ കെയർ ഒറ്റ വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. വിഷുവിന് നിങ്ങളിത് ചെയ്താൽ മതി, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ബ്രൈറ്റനിങ് കിട്ടും. അതുപോലെ തന്നെ ഫുൾ ബോഡി ചെയ്യാം. ഇപ്പം നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ കുളിക്കാൻ മുമ്പ് പെട്ടെന്ന് എടുത്ത് തയ്യാറാക്കിയിട്ട് കൈമയും കാലും കാണുന്ന ഭാഗത്തും കഴുത്തിലും എല്ലാവരുടെയും തേക്കാം. എന്നാലും പെട്ടെന്ന് നമ്മളൊക്കെ യൂസ് ചെയ്യപ്പെടുന്ന ഈ കൈമയും കാലും കഴുത്തിൽ മുഖത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ തേച്ചുകൊണ്ട് പോയി കുളിക്കുക. നല്ലൊരു ഗ്ലോയിങ് ഫ്രഷ് അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടും. അപ്പോൾ ഞാൻ നേരം കളയുന്നില്ല, ഇത് തന്നെ കുറച്ച് ഇൻട്രോ ലെങ്തായി, സോറി. നമുക്ക് നോക്കാം. ഇത് നമ്മളൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് ഉള്ള സാധനം കേട്ടോ. അതായത് നമ്മളൊരു പാത്രത്തിലേക്ക് പാലെടുക്കുക ആവശ്യത്തിന്. അപ്പൊ അതായത് ഞാൻ എടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ ഒരു മൊത്തത്തിൽ ഒരു 1/2 ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലൊരു 1/4 ഗ്ലാസ് പാലും 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയില്ലേ, നൈസ് ആയിട്ടുള്ള പൗഡർ, നമ്മൾ ഈ പത്തിരിപ്പൊടി ഒക്കെ പോലത്തെ അങ്ങനത്തെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കേട്ടോ. എന്നിട്ട് അത് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ കുറുക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ലൂസായിട്ട്. അപ്പൊ ചെറിയ ചൂടുണ്ട് കേട്ടോ, ആ ചൂടിൽ വേണം അതൊന്ന് മിക്സിങ് റെഡിയാക്കാനായിട്ട്. കാരണം ചെറിയ ചൂടിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് മിക്സിങ് ചെയ്യുമ്പോൾ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴുകി വീഴണം, എന്നാൽ വല്ലാണ്ട് വെള്ളമാവാനും പാടില്ല. അതിലേക്ക് നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ കേട്ടോ. കോഫി പൗഡർ വേണം, എന്നാലാണ് അത് ആ റിസൾട്ട് നല്ലോണം കിട്ടുള്ളൂ. നമ്മൾ മറ്റ് കോഫി, അതായത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന കാപ്പി ആവില്ല ഇൻസ്റ്റന്റ് അല്ലാത്തത്, അതാവുമ്പോൾ നമ്മൾ തിളപ്പിച്ചാലാണ് അതിന്റെ ആ ഒരു ഗുണങ്ങൾ കിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രബിങ് എഫക്ട് കിട്ടുന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ആവശ്യത്തിന്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അപ്പൊ കുറച്ചൊരു ചൂട് കുറയും. എന്നിട്ട് കുറഞ്ഞ ചൂടിലേക്ക് നമ്മൾ എന്താ വേണ്ട വെച്ചാൽ മിക്സിങ് കഴിയുമ്പോൾ നമ്മൾ തൈര് ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ തൈരും ഈ പാലും ഒക്കെ നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്നോ നോക്കണം. ഇനിയിപ്പോ നിങ്ങൾക്ക് തൈര് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഉരുളക്കിഴങ്ങ് അരച്ചിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് എടുക്കാം. ഇതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ പാല് പറ്റാത്തവർക്ക് ഇത് വെള്ളത്തിലും കുറുക്കി എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത് നല്ല എഫക്റ്റീവ് ആണ്. കയ്യിലും കാലിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബോഡിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കറ്റ്, കണ്ടില്ലേ? ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് കൈമയും കാലുമേയും എനിക്ക് നമ്മുടെ വിഷുവിന്റെ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്നാണ് ഷൂട്ട് ചെയ്യണത്. ഇത് ഞാൻ നിങ്ങൾക്ക് കൈമയും കാലുമേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ എല്ലാവരുടെയും കുളിക്കാൻ മുമ്പ് അങ്ങനെ തേച്ച് കുളിക്കാം. അപ്പോൾ അതാണ് ഇത്രയും കൂടുതലെടുത്താണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണിച്ചൊരു സ്പൂണിന്റെ 1/2 സ്പൂൺ മതി നമുക്ക് ഫേസിലേക്കും കൈയും കാലിലേക്കും ഒരാൾക്ക് നെക്കിലേക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച്. ഇപ്പോൾ വീട്ടിലെല്ലാവരും കൂടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണല്ലോ, നമ്മളൊരു ഫേസ് പാക്ക് റെഡി ആയപ്പോൾ ജെൻസ് ലേഡീസ് ഒന്നുമില്ല, എല്ലാവരും വരും ഇട്ടുതരാൻ പോയിട്ട്.
ഇപ്പൊ ഞാനാണെങ്കിലും താഴത്ത് ചെയ്യുമ്പോൾ അമ്മു വരാറുണ്ട്. അമ്മുന് പിന്നെ ഇത്തിരി മടിയുണ്ട്, അതുകൊണ്ട് തന്നെ അമ്മ അധികം അങ്ങോട്ട് ചിലപ്പോ വരും കേട്ടോ. ഭയങ്കരമായിട്ട് കൈവാളിച്ച് അവൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അമ്മ എനിക്കും കൂടി ഇട്ടെന്നോന്ന് പറയും. അല്ല ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ചേട്ടൻ പറയും നീ ഇടില്ല നിക്കിട്ടുള്ളൂ, ഞങ്ങളൊരു മൈൻഡുള്ളവരാ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ മോളെ പോയിട്ട് ഇടുമ്പോ പിന്നെ ഇങ്ങോട്ട് വരില്ല. ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വരുമ്പോ പിന്നെ ആളങ്ങനെ എൻ്റെ ആ ഒരു സ്പേസ് എനിക്ക് തരും, വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ കുറച്ച് ചിലപ്പോൾ ഇത് താഴ്ത്തു കൊണ്ടുപോയിട്ട് പിള്ളേർക്ക് മീൻസ് അമ്മൂനും ചേട്ടനൊക്കെ കൊടുക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫേസിൽ ഇടാൻ പോവാട്ടാ. ഫേസിൽ ഇനിയിപ്പോ ഞാൻ വേറെ ഇടില്ല, ഇപ്പൊ എന്തായാലും ഇടുന്നതല്ലേ. അപ്പൊ നമ്മളിത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. പിന്നെ ഇത് അലർജി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാല് എനിക്കിത് ഓക്കെയാണ്, എനിക്ക് തൈര് പാലൊന്നും അങ്ങനെ ഫേസിൽ പ്രശ്നങ്ങളും കുരുവൊന്നും വരുത്തണില്ല. വിഷുവായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുള്ള സാധനങ്ങൾ ഇട്ടിട്ട് കുരു വരുത്തരുത് മുഖത്തിട്ടോ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ചിലർക്ക് കാപ്പിപ്പൊടി ഒന്നും കൂടി ഡാർക്ക് ആക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ചിലർക്ക് വളരെ ചുരുക്കം ചിലർക്കാണ് അങ്ങനെ ഉണ്ടാക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടെർമറിക് ഓക്കെ ആണെങ്കിൽ, മഞ്ഞൾ ഓക്കെ ആണെങ്കിൽ മഞ്ഞൾ ചേർക്കാം, ഇല്ലെങ്കിൽ ബീട്രൂട്ട് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ. ഇതൊക്കെ നമുക്കൊരു ബ്ലീച്ചിങ് അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കുമ്പോൾ നല്ല റിസൾട്ട്. ഇനി ഒന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു എഗ്ഗ് ചേർക്കാം, എഗ്ഗ് വൈറ്റ്. അതും നല്ലതാ. ചെറു ചൂടോടെ ചേർക്കണം കേട്ടോ. എന്ത് ചേർക്കുകയാണെങ്കിലും നമുക്കൊരു ആക്ടിവേഷൻ അതിന് കിട്ടുള്ളൂ, ആ ആക്റ്റീവ് ആവുള്ളൂ അതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ചെറു ചൂടിൽ അങ്ങോട്ട് ചേർക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് പരമാവധി എത്രയും പെട്ടെന്ന് ഇടാൻ പറ്റണോ അത്രയും പെട്ടെന്ന് ഇടുക. തിളച്ച ചൂടിൽ ഇടരുത് കേട്ടോ, അതേമേ. അപ്പൊ അതേ നമ്മള് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഒറ്റ വീഡിയോ ആക്കിയത് വേറെ ഒന്നല്ല, എല്ലാവർക്കും ഇപ്പോ എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളെക്കാൾ ഇഷ്ടം എന്തെങ്കിലുമൊക്കെ കുണസ കാണിക്കണതാണ്. നമ്മള് ജെനുവിനായിട്ട് എന്തെങ്കിലുമൊക്കെ വന്ന് പറയണേക്കാൾ ഇഷ്ടം ഇങ്ങനെ എൻ്റെ അമ്മ പാറു പോണ പോലെ കണകുണ പറയണതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് ട്രാൻസിഷനും ഡാൻസും അങ്ങനത്തെ ഒക്കെ കുത്തിക്കയറ്റി ഇപ്രാവശ്യം വിഷുവില്. വേറെ ഒന്നല്ല, ഇഷ്ടമുള്ള ചെയ്യാനാണല്ലോ. നമ്മൾ വെറുതെ നമ്മളിപ്പോ എത്ര എഫേർട്ട് എടുത്ത് എന്ത് ചെയ്താലും ആളുകൾക്കൊന്നും അത് വേണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ കൂടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഇൻസ്റ്റന്റ് ഇത് കാണിച്ചു തരാം. ഇതിപ്പോ ചെറിയൊരു മഞ്ഞ കളർ തോന്നിക്കുന്നത് നമ്മുടെ കോഫിയുടെ ആട്ടോ. കോഫി ഇൻസ്റ്റന്റ് ചേർത്താലാണ് അതിന്റെ ആ ഒരു അങ്ങനെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവുള്ളൂ, ഒരു ലൈറ്റ് യെല്ലോ. പിന്നെ അതുപോലെ തന്നെ മറ്റേ കോഫി ആകുമ്പോൾ ആക്റ്റീവ് ആവാൻ കുറച്ച് സമയം എടുക്കും. അതായത് നമ്മൾ തിളപ്പിക്കണം അതിന്റെ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ, കോഫിയുടെ എഫക്റ്റ് കിട്ടണമെങ്കിൽ. പക്ഷെ എപ്പോഴും ഇൻസ്റ്റന്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അലിഞ്ഞു പോവുകയും ചെയ്യും, അധികം സ്ക്രബിങ് എഫക്റ്റ് വരില്ല. അതൊക്കെയാണ് അതിന്റെ ഇൻസ്റ്റന്റ് എടുക്കണതിന്റെ ഒരു വ്യത്യാസം. കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ ഒരു പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിസൾട്ട് കാണണമെങ്കിലേ. ഓക്കെ, അപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ അടുത്ത പണി. അപ്പോൾ ഇതേ നമ്മൾ നെറ്റിയുടെ അവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇവിടെ നിന്ന് അങ്ങനെ ഉണങ്ങിയിട്ടില്ല, കാരണം നമ്മൾ ഭയങ്കര തിക്കായിട്ടുള്ളത്. പിന്നെ കൈ നോക്കിയ കൈ ഞാൻ ഇവിടെയും കൂടി ഇട്ടുവിട്ട, പിന്നെ ഞാൻ ഇവിടെ ഇടാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ഇങ്ങനെ വലിയണ മാതിരി ആയിട്ടുണ്ട്, കണ്ട. അപ്പൊ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, നമുക്കിതൊന്ന് ഞാൻ റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആ ഇൻസ്റ്റന്റ് വരുന്നത് കാണിച്ചു തരാനാ, അല്ലാണ്ട് വേറെ ഒന്നും ഇതിലില്ല കേട്ടോ, ഒരു ഉദ്ദേശമില്ല. അതെ, ഇവിടെയൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഫേസിലത്തെ തന്നെ റിമൂവ് ചെയ്യാം. ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടണതായതുകൊണ്ട് നമ്മളിപ്പോ രാവിലെ ചെയ്ത് കഴിഞ്ഞാലാണ് അതായത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ രാവിലെ ചെയ്യണം. അതായത് നമ്മൾ തലേന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു റിസൾട്ട് അല്ല കേട്ടോ നമുക്ക് ഇതിന് കിട്ടുക. അപ്പൊ അതിന് വിഷുവൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ രാവിലെ ആയിട്ട് ചെയ്യുക, നല്ല വ്യത്യാസം ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടാനും കരിവാളിപ്പിക്കണമെങ്കിൽ ഒന്ന് മാറും, ഒന്ന് തിളക്കം വരും കേട്ടോ സ്കിന്നിന് നല്ലോണം. അപ്പോ അതുപോലെ നമുക്ക് ഇത് പാക്ക് റെഡി ആക്കിയാൽ എന്തായാലും നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതല്ല. അപ്പൊ നമുക്ക് ഇത് പിന്നെ ജെൻസിന് അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ ഈ കോഫി നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ മഞ്ഞൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ജെൻസിന് കോഫിയും ഇപ്പൊ മഞ്ഞൾ അലർജി ഉള്ളവർ അല്ല, കോഫി അലർജി ഉള്ളവർ മഞ്ഞൾ എടുക്കുക, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. നമ്മളിപ്പോ വീട്ടിലെല്ലാവരും ഒക്കെ ട്രൈ ചെയ്യുന്നവരുണ്ട്, അതുകൊണ്ടാണ്. അപ്പോ നമ്മളിപ്പോ എന്താ പറയാ, ജസ്റ്റ് ഇങ്ങനെ ഫേസും ബോഡിയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് കുറച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കാൻ പോകുമ്പോൾ ഒന്ന് പരട്ടി കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിളക്കവും ഒരു ഗ്ലോയിങ് ഒക്കെ കാണാൻ പറ്റും, അതായത് ഒരു ബ്രൈറ്റനിങ് ഒക്കെ. സ്കിന്ന് നല്ലോണം തിളങ്ങും കേട്ടോ. ഞാൻ അങ്ങനെ ക്യാമറ നോക്കുമ്പോൾ എനിക്ക് കാണുന്നില്ലേ, പക്ഷെ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് മിറർ വെച്ചിട്ടുണ്ടേ, അതിലിങ്ങനെ സ്കിന്നിങ്ങനെ തിളങ്ങണം, ഇവിടെ രണ്ട് സൈഡിലും നെറ്റിയൊക്കെ. അപ്പം നല്ലൊരു ഗ്ലോയിങ് ഉണ്ട്. അപ്പം ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കൈ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പം ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മൾ നെക്ക് വരെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു മാലിട്ട മാതിരി തോന്നുന്നില്ലേ, അവിടെ വരെ നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് കേട്ടോ. കൈ നന്നായി ഉണങ്ങി. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ കുറച്ച് കട്ടി കുറച്ചിട്ടത്, അത് കാരണം പെട്ടെന്ന് ഉണങ്ങി. ഈ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടും. നമുക്ക് കാണുന്നില്ലേ, ഒരു ഇൻസ്റ്റന്റ് ആയിട്ട്
ഒരു ബ്രൈറ്റനിങ് കണ്ടെന്ന് വിചാരിക്കണു. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടതാണ് നമ്മുടെ ഡിഫറൻസ്. അപ്പം ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റനിങ്ങും ഒരു തിളക്കവും കിട്ടും. പിന്നെ എൻ്റെ മുട്ടുമ്മ ഞാൻ എന്നും പ്ലാങ്ക് ചെയ്യാറുണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴേ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു തയമ്പ് വന്നു. ഇങ്ങനെ കൈ മുട്ട് കുത്തിയിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. ഇവിടെ തയമ്പായി, 2 കൈമുണ്ട് തയമ്പ്. ഇത് കണ്ട ഇവിടെ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമോന്ന് അറിയില്ല. എനിക്കൊരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കൊളാബറേഷൻ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 2 ആഴ്ചത്തോളം ട്രൈ ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാമല്ലോ. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നിറച്ച് തരുതരുന്ന് പൊന്തി. നിങ്ങൾക്ക് കാണുമോന്ന് അറിയില്ല. കാരണം ചിലർ ഈ പാച്ച് ടെസ്റ്റിന്, കാരണം എന്താണെന്നറിയോ, ചിലർ ഈ പാച്ച് ടെസ്റ്റ് അത് ഉള്ളതാണോ, നമുക്ക് റിസൾട്ട് കാണുമോ, പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അറിയില്ല ഈ ഭാഗത്ത് ഇട്ടോക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, അങ്ങനെ റിസൾട്ട് അതൊക്കെ കാണിക്കുമോ എന്നൊക്കെ സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കുരുപൊന്തിയാണ് കണ്ടോ, തരിന്ന് ഇവിടെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നിർത്തിയ പ്രൊഡക്റ്റ് ഉപയോഗിക്കല്. ഇവിടെ കണ്ടോ, ഇവിടെയാണ് ഇട്ടിരുന്നത്. ഇപ്പൊ പാക്കാവും വിളിക്കണ്ടാവുക കൂടുതലായിട്ട്. ഇവിടെ ഒക്കെ ഉണ്ട്, തൊടുമ്പോ അറിയാം അങ്ങനെ കുരു തരിതരിപ്പുള്ള കുരുക്കൾ അലർജി ആയിട്ടാ വരിക. അപ്പോ പാച്ച് ടെസ്റ്റിൽ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എല്ലാം വന്ന് അങ്ങനെ കൊളാബറേഷൻ ചെയ്യാറില്ല. നിങ്ങൾക്ക് തന്നെ അറിയണമല്ലേ. അപ്പൊ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് വരാറുണ്ട്, ഗ്ലൂട്ടാത്തിയോൺ അങ്ങനെ എല്ലാം വരാറുണ്ട്. കാരണം നമ്മൾ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും അങ്ങനെ വരും. പക്ഷെ ഞാൻ എല്ലാം അങ്ങനെ എടുത്ത് ചെയ്യാറില്ല. എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് ഞാൻ ആ പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല. കാരണം അത് എനിക്ക് വർക്കായില്ല. പക്ഷെ പ്രൊഡക്റ്റിന്റെ പേരും പറയണില്ല. കാരണം ഇത് എനിക്ക് അലർജിയാണ്. അതിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് ആ പ്രൊഡക്റ്റ് നല്ലതല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഞാനത് ചെയ്യണമില്ല. അപ്പൊ ഇവിടെ 2 സൈഡിലാണ് എനിക്ക് അത് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരാഴ്ചത്തോളം ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടൊരു 4 ദിവസം ആയപ്പോഴേക്കും എനിക്ക് ഇവിടെ പൊന്തി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസമെങ്കിലും ഇടുമ്പോൾ കറക്റ്റായിട്ട് സ്ഥിരമായിട്ട് രാത്രിയാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ, കാരണം ഞാൻ ഫേസിൽ എൻ്റെ സ്കിൻ കെയർ ചെയ്യണോണ്ട് തന്നെ എനിക്കത് ഈ പോർഷനിൽ അത് നമ്മുടെ റുട്ടീൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയാണ് എൻ്റെ കഴുത്തിലൊന്നും വേറെ പ്രൊഡക്റ്റ് ഇടാണ്ട് അത് മാത്രം ഇട്ടിട്ട് ഈ 2 സൈഡിലും ഇങ്ങനെ ഇട്ടായിരുന്നേ. ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടായിരുന്നു. അപ്പൊ എനിക്ക് മെയിനായിട്ട് ഇവിടെ കറക്റ്റായിട്ട് അത് 2 സൈഡിലും തരുന്ന് കുരു വന്നു 3-4-ാമത്തെ ദിവസം. അപ്പൊ തന്നെ ഞാൻ നിർത്തി. കാരണം ഫേസ് റീഡിങ് ആയിട്ട് പണി കിട്ടിയാണ്. കാരണം നമ്മൾ ഈ വിഷുവിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ശ്രദ്ധിക്കുക. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ കൊളാബറേഷൻ നിങ്ങളിപ്പോൾ യൂട്യൂബ് വീഡിയോ ചാനലൊക്കെ ഉള്ളവരാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ഏത് പ്രൊഡക്റ്റ് കിട്ടിയാലും ഫേസിലിടാണ്ട് ഇവിടെ നിന്ന് ഇട്ട് നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നത്, ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ ഇതുപോലെ സ്കിൻ കെയർ, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണ സ്കിൻ കെയർ DIY പ്രൊഡക്റ്റ് പാക്കുകളാണെങ്കിലും ജസ്റ്റ് ഇവിടെ ഒരു 3 ദിവസമൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രൈറ്റനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 3 ദിവസം ഇവിടെ നിന്ന് ഇട്ട് നോക്കുക. 3-4 ദിവസം ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്ക് ഒരാഴ്ചനുള്ളിലാവും കാണാം. അപ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ കൈ പിന്നെ ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പിന്നെ കഴുകാൻ കുളിക്കാൻ പോകണമല്ലേ. അപ്പൊ അത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ, കൈകളൊക്കെ നല്ല കുറച്ചൊരു ഡ്രൈ ആവുന്നുണ്ട്. കാരണം ഞാൻ കൈ കഴുകിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നു, അല്ലെങ്കിൽ വേറെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ചൂടാണ്, വെയിലാണ്, ടാൻ അടിക്കും. പിന്നെ നമ്മുടെ ടാനിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷനാണ് ഈ സൺസ്ക്രീൻ ലെയർ ചെയ്യുന്നത്. പറ്റുന്നവരൊക്കെ എന്താ ശരിക്കും പറഞ്ഞാൽ റീഅപ്ലൈ ചെയ്യണം എന്നാണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റുന്ന, ജോലിക്ക് പോകണവർക്കും ചിലപ്പോൾ മറന്നു പോകാം. അങ്ങനെ പല സാഹചര്യങ്ങളാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ പരമാവധി അത് റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വിഷുവിന് ട്രൈ ചെയ്ത് നോക്കി പൊളിക്കും. നമ്മൾ ഫാമിലി എല്ലാവർക്കും ഇട്ട് കൊടുത്തോ, കാലത്ത് തന്നെ എല്ലാവരും പിടിച്ചിരുത്താണ്ട് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിൽ കിട്ടുന്ന അത്യാവശ്യം എല്ലാവരും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.